നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ മുൻപിൽ നമ്മളെല്ലാം കുഞ്ഞുമക്കളാണെന്നൊരു ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും ഒരു കുഞ്ഞിനെ പോലെ കരുതി അവിടുത്തെ പരിശുദ്ധമായ ഇരു കരങ്ങളിലെടുത്ത് അവിടുത്തെ തിരിച്ചുവരയാൽ ഞങ്ങളെ കുളിപ്പിച്ച് തലയെല്ലാം അവിടുത്തെ മേലങ്കി കൊണ്ട് തോർത്തി നെറുകയിൽ കുരിശിൻ്റെ പൊട്ടു ചാർത്തി കണ്ണിൽ ദിവ്യകാരുണ്യ അഞ്ജനം എഴുതി സ്നേഹവിശപ്പ് കൊണ്ട് ഞങ്ങൾ പിടയുമ്പോൾ ജീവിക്കുന്ന വചനങ്ങളിലൂടെ അങ്ങ് സംസാരിക്കണമേ. വചനം ശ്രവിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ഞങ്ങളിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ പൈശാചിക ശക്തികളും യേശുവേ അവിടുത്തെ ശക്തമായ നാമത്തിൽ ബന്ധിച്ച് അവിടുത്തെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കുന്നു. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ബഹുമാനപ്പെട്ട അച്ഛ, പ്രത്യേകിച്ച് നിഖിലിൻ്റെ കുടുംബാംഗങ്ങൾ, അതുപോലെ തന്നെ റിയയുടെ കുടുംബാംഗങ്ങൾ, നമ്മളിവിടെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ ഒത്തിരിയേറെ സന്തോഷത്തോടെയാണ്. പ്രത്യേകിച്ച് നിഖിലിൻ്റെയും റിയയുടെയും ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു സുന്ദര നിമിഷമാണ് ഈ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ഇതൊത്തിരിയേറെ നമുക്കെല്ലാം സന്തോഷമുണ്ട്. നമ്മുടെ എല്ലാം വളരെ വിലപ്പെട്ട പ്രാർത്ഥനയാണ് ഇവർക്ക് നമ്മൾ നൽകേണ്ടത്. ഒരിക്കൽ ഒരു നവദമ്പതിമാർ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് ഏതോ ഒരു വ്യക്തി ടിക്കറ്റ് എടുത്തിട്ടില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഈ കണ്ടക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചോദിക്കാൻ തുടങ്ങി, ആരാണ് ടിക്കറ്റ് എടുക്കാത്തത്? ആരും തന്നെ മിണ്ടുന്നില്ല. അവസാനം കണ്ടക്ടറിന് മനസ്സിലായി, ഈ നവദമ്പതിമാരിൽ 2 പേരിൽ ഒരാൾ മാത്രമേ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ കണ്ടക്ടറിന് ദേഷ്യം വന്നവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ 2 പേര്, പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു ടിക്കറ്റ് എടുത്തത്? അപ്പോൾ അവർ സ്നേഹത്തോടെ പറഞ്ഞു, കഴിഞ്ഞ ദിവസമാണ് അച്ഛൻ പറഞ്ഞത് പള്ളിയിൽ, നിങ്ങളിനി 2 അല്ല 1 ആണെന്ന്. നിങ്ങളിനി ഒരിക്കലും 2 അല്ല 1 ആണ്. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇവരുടെ ജീവിതത്തിൽ, നിഖിലിൻ്റെയും റിയയുടെയും ജീവിതത്തിൽ ഇന്നു മുതൽ എല്ലാ കാര്യത്തിലും അങ്ങനൊരു ചിന്താഗതി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അതിനു വേണ്ടിയിട്ടായിരിക്കണം. ഇവരേതൊരു തീരുമാനമെടുക്കുമ്പോഴും, കൊച്ചു തീരുമാനമെടുക്കുമ്പോഴും നിഖിൽ എപ്പോഴും റിയയോട് ഒന്ന് ചോദിക്കണം. റിയയും അതുപോലെ തന്നെ നിഖിലിനോടും ചോദിച്ച് ഒരുമിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും തെറ്റുപോകത്തില്ല. നമ്മുടെ പ്രഭാഷണൻ്റെ പുസ്തകത്തിൽ 37 13, 14, 15 വചനം ഇപ്രകാരമാണ് പറയുക: നിൻ്റെ ഹൃദയത്തിൻ്റെ ഉപദേശം സ്വീകരിക്കുക, അതിനേക്കാൾ വിശ്വാസയോഗ്യമായി എന്തുണ്ട്? ഗോപുരത്തിന് മുകളിൽ നിന്ന് വീക്ഷിക്കുന്ന 7 പേരെക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. എല്ലാറ്റിനുമുപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് അത്യുന്നതനോട് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിഖിലിൻ്റെയും റിയയുടെയും ജീവിതത്തിൽ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു പ്രധാന വ്യക്തി ആരായിരിക്കണം? ഈശോ ആയിരിക്കണം, ദൈവമായിരിക്കണം. ഇങ്ങനെ നിങ്ങൾക്ക് ജീവിതാവസാനം വരെ ചിന്തിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ വിവാഹത്തിൻ്റെ ജൂബിലി വർഷങ്ങൾ ആഘോഷിക്കുവാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. ഈ ഒരു മനോഭാവം നവദമ്പതിമാർക്ക് ഉണ്ടാകട്ടെ, ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു അടുപ്പമല്ല ഇവിടെ വരുന്നത്, മറിച്ച് 2 കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇവിടെ സ്ഥാപിക്കപ്പെടുക. ഇന്ന് നമുക്കറിയാം, ഇന്ന് പലപ്പോഴും ഇത് സംഭവിക്കുന്നില്ല, അല്ലേ? ഇന്നത്തെ ചുറ്റുപാട് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പലപ്പോഴും, അല്ലേ, പാരൻസ് ചിലപ്പോൾ ഹാപ്പി അല്ലാത്ത ഒത്തിരിയേറെ വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് റിയയുടെയും അതുപോലെ തന്നെ നിഖിലിൻ്റെയും വിവാഹം ഇവിടെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരിയേറെ അഭിമാനിക്കാം. ഇവരെ ഓർത്ത് മാതാപിതാക്കൾക്കും അഭിമാനിക്കാം. ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇരുവരുടെയും ജീവിതം ഒത്തിരിയേറെ പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് തോബീത്തിൻ്റെ പുസ്തകം 8 നിങ്ങളിന്ന് വായിക്കണം. തോബീത്തിൻ്റെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, വിവാഹ രാത്രിയിൽ തോബീത്തും അതുപോലെ തന്നെ 2 പേരും കടന്ന് വിവാഹ രാത്രി അവർ ഒരുമിച്ച് റൂമിലെത്തിക്കഴിയുമ്പോൾ തോബീത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് പ്രകാരമാണ്: ദൈവമേ, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, മറിച്ച് നിഷ്കളങ്കമായ സ്നേഹത്താലാണ്. നിഷ്കളങ്കമായ സ്നേഹത്താലാണ്. ഇവളൊത്ത് വാർദ്ധക്യം വരെ ജീവിക്കുവാൻ ദൈവമേ അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചാലും.
തോബിത്തിൻ്റെ വളരെ മനോഹരമായ ഒരു പ്രാർത്ഥന, വളരെ മനോഹരമായൊരു പ്രാർത്ഥന. എനിക്ക് തോന്നുകയാണ് ഇന്ന് കുടുംബങ്ങളിൽ എന്താ പറയുക, ഈ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ, പ്രാർത്ഥനയുണ്ടെങ്കിൽ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും, മക്കൾ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് പലപ്പോഴും ഞാൻ ഓർക്കുന്ന പലരെയും പ്രാർത്ഥിക്കാനായിട്ട് കുട്ടികളെയും കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന വലിയൊരു, അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു ചിന്തകൾ ഇതാണ്. പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാതാപിതാക്കൾ കലഹിച്ച് നിൽക്കുമ്പോഴാണ്. മറിച്ച് നവദമ്പതിമാർ ഭാര്യയും ഭർത്താവും തമ്മിൽ യോജിപ്പോടെ പോകുന്ന ഒരു കുടുംബത്തിലും മക്കൾ ഒരിക്കലും വഴിതെറ്റി പോകത്തില്ല, ഒരിക്കലും അവർ നഷ്ടപ്പെട്ടു പോവില്ല. പ്രഭാഷകന്റെ പുസ്തകത്തിലെ 25-ാം അധ്യായം 1-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ് പറയുക. വളരെ മനോഹരമായൊരു വചനം, എന്നെ ഒത്തിരിയേറെ സ്പർശിച്ചിട്ടുള്ളൊരു വചനം. ദൈവം 3 കാര്യങ്ങളിൽ സന്തോഷിക്കുന്നു. അത് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കണ്ണിൽ അത് പ്രീതികരമാണ്. അത് 1 ഇതാണ്, അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം. 2 സഹോദരന്മാർ തമ്മിലുള്ള ഐക്യം. 3 ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം. പരസ്പരമുള്ള ലയം. നിഖിലിനോടും റിയനോടും ഞങ്ങൾക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം ഇതാണ്, അല്ലെങ്കിൽ ഈശോ പറയുന്ന ഒരു വലിയൊരു രഹസ്യം ഇതാണ്. നിങ്ങൾ തമ്മിൽ ഈ ഒരു ലയം എന്ന് വെച്ചാൽ അത് എല്ലാ കാര്യത്തിലും നിങ്ങൾ പരസ്പരം ഒറ്റക്കെട്ടായിട്ട് നിന്ന് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും കൈകോർത്ത് പിടിച്ചിരുന്ന് തീരുമാനമെടുക്കാൻ സാധിച്ചാൽ അത് വലിയ അനുഗ്രഹമാകും. ഞാൻ പല ദമ്പതിമാരോടും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ഇതാണ്. നിങ്ങൾ ഒരു കുഞ്ഞു തീരുമാനമായിക്കോട്ടെ എടുക്കുമ്പോൾ കൈകോർത്ത് പിടിച്ച് നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഒരു തീരുമാനമെടുത്താൽ അതൊരിക്കലും തെറ്റില്ല. പലപ്പോഴും എന്താ പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് കാരണം എന്താ? നമുക്കെല്ലാം അറിയാമെന്ന ചിന്തയിൽ 2 പേരും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ എല്ലാം പാളിച്ചകൾ സംഭവിക്കും. മറിച്ച് നിഖിലിൻ്റെ ജീവിതത്തിൽ റിയയോട് ചോദിച്ച് ഓരോ കാര്യങ്ങൾ തീരുമാനമെടുത്താൽ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. അതുപോലെ തന്നെ റിയയും ഓരോ കുഞ്ഞു കാര്യമാണെങ്കിലും തീരുമാനമെടുക്കുമ്പോൾ ചോദിച്ച് തീരുമാനമെടുക്കുമ്പോൾ അത് ദൈവം അവിടെ സമൃദ്ധമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും പ്രത്യേകിച്ച് മക്കളെയും എല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ഞങ്ങളെല്ലാം ഇന്നിവിടെ ആയിരിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ആശംസ നൽകുവാനാണ്. പ്രത്യേകമായിട്ട് നിങ്ങളുടെ 2 പേരുടെയും, നിഖിലിൻ്റെയും അതുപോലെ തന്നെ റിയയുടെയും കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 2 പേർക്കും എല്ലാവിധ വിവാഹത്തിൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാവരുടെയും പേരിൽ, ബഹുമാനപ്പെട്ട അച്ഛൻ്റെയും ഞങ്ങളുടെ എല്ലാം പേരിൽ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും ബന്ധുമിത്രങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞങ്ങളുടെ ആശംസകളും പ്രാർത്ഥനയും നേരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.